സ്പെൻഡ് ചെയ്യാൻ മുഅ്മിനേ നമുക്ക് സമയമില്ലെങ്കിൽ ആഖിറത്തിന്റെ മുമ്പിൽ പടച്ചറപ്പിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ എത്ര മണിക്കൂറുകളാണ് നിന്റെ കാൽപാദം കൊണ്ട് നീ നിൽക്കേണ്ടത്? എത്ര മണിക്കൂറുകളാണ് തലയുടെ മീതെ ഒരു നീളത്തിലും നിന്റെ സൂര്യൻ ഈ കാണുന്ന സൂര്യന്റെ തലയ്ക്ക് മീതെ വന്നു നിൽക്കുന്ന സമയത്ത് പൂർണ്ണനഗ്നനായി എത്ര മണിക്കൂറാണ് ആ ചെമ്പട്ട തറയിൽ ശരീരത്തിൽ വസ്ത്രമില്ലാതെ കാലിൽ ചെരുപ്പുകളില്ലാതെ ആ ചെമ്പട്ട തറയിൽ നിൽക്കേണ്ടത് എത്ര മണിക്കൂറുകളാണ്? അതിനുമ്പ് ഈ ഭൂലോകത്ത് നീ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞ് നാളെ ഖബറിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ ആ ഖബറിന്റെ അകത്ത് കിടക്കേണ്ടത് എത്ര മണിക്കൂറുകളാണ്, എത്ര വർഷങ്ങളാണ് കിടക്കേണ്ടത്? അപ്പോഴൊന്നും സമയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ നമുക്ക് സമയമില്ല എന്ന് പറയുകയും നമ്മുടെ സമയങ്ങൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് മാറ്റിവെക്കുകയും ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞ എത്ര സത്യമല്ലെന്ന് മനസ്സിലെത്തി ചിന്തിച്ചു നോക്കി. ഒരു തബാറക സൂറത്ത് ഓതാൻ നമുക്ക് സമയമില്ല, ഒരു ഖുൽ ഹുവല്ലാഹു ഓതാൻ നമുക്ക് സമയമില്ല. എന്റെ മുഅ്മിനീങ്ങളെ, ഓരോ ദിവസവും ഓരോ 5 നേരത്തെ നമസ്കാരം, 5 നേരത്തെ ഫർദ് നമസ്കാരത്തിന് ശേഷം 3 ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്, ഒരു ആയത്തുൽ കുർസി ഓതൽ സുന്നത്തുണ്ട്. 5 നേരത്തെ ഫർദ് നമസ്കാരത്തിന് ശേഷം നമ്മൾ ആരൊക്കെയാണ് പതിവാക്കുന്നവർ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകിയിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഖുർആനുമായുള്ള ബന്ധം അതൊരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. സമയമില്ല, നമുക്ക് ടൈമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോണം മുഅ്മിനീങ്ങളെ. ഒരു മനുഷ്യൻ തോറ്റു പോകുന്നുണ്ട്, ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം എന്താണ്? ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ പരാജയപ്പെട്ടു പോകുന്നു എന്ന് മാത്രമല്ല, ആഖിറത്തിൽ ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ആദ്യത്തെ സിഗ്നൽ എന്താണ്? അവന്റെ സമയത്തെ വെറുതെ കളയാൻ. ഒരു മനുഷ്യൻ ഈ ദുനിയാവിലും ആഖിറത്തിലും അവൻ തോറ്റു പോകുന്നവനാണ്, അവൻ പരാജയപ്പെട്ടു പോകുന്നവനാണെന്നുള്ള ഒന്നാമത്തെ സിഗ്നലാണ് സമയം വെറുതെ കളയുക. ഇത്ര സമയം നമുക്ക് ലഭിക്കുന്നു, വെറുതെ കളയുന്ന സമയങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് ഇനിയുള്ള സമയങ്ങൾ വളരെ പുണ്യമായ ദിവസങ്ങളാണ്. റമദാനെ നമ്മൾ എണ്ണുകയാണ്. ഇനി നമ്മുടെ മുമ്പിലേക്ക് 7 ദിവസങ്ങൾ അല്ലെങ്കിൽ 8 ദിവസങ്ങൾ മാത്രം വേടുകൾ എണ്ണുന്ന ദിവസങ്ങൾ, ഓരോ ദിവസങ്ങൾ എണ്ണി റമദാനെ നമുക്ക് സ്വീകരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സമയം വെറുതെ കളയരുത്. കഴിഞ്ഞ ആഴ്ച ചെറിയൊരു അപകടത്തിൽ ഈ വിനീതൻ സംഭവിച്ചൊരു അപകടത്തിൽ പെട്ടുപോയി. അല്ലാഹു അസ്വൻ ശിഫയാക്കി തരട്ടെ. ചെറിയ പ്രയാസമുണ്ട്, കൂടുതൽ നീക്കാൻ കഴിയില്ല. എന്നിരുന്നാലും അപ്പോൾ 5-6 ദിവസം വീട്ടിൽ ഇരിക്കേണ്ടി വന്നു. ഈയിടക്കാലത്തൊന്നും അങ്ങനെ നിന്നിട്ടില്ല. ഇവിടെ നമ്മൾ ജോലിക്ക് ഞാൻ വരുന്ന സമയത്ത് തൊട്ട് മുമ്പ് ഇതുപോലെ ചെറിയ രീതിയിൽ എന്റെ പഴയ വണ്ടിയിൽ ചെറുതായിട്ടൊന്ന് വീണെങ്കിലും അന്ന് ഇവിടെ വന്ന് ജോലിയെടുത്ത പിറ്റേ ആഴ്ച എങ്കിലും അന്ന് വ്യാഴാഴ്ച സംഭവിക്കുകയും ജില്ലയ്ക്ക് ഞാൻ ഇവിടെ എത്തും. അത്ര വലിയ പ്രയാസപ്പെട്ടില്ല. ഈ ആഴ്ച കഴിഞ്ഞ ഞായറാഴ്ച സംഭവിച്ചത് ഇന്നലെ വരെ വലിയ വിഷമത്തിലും പ്രയാസത്തിലുമായിരുന്നു, വേദനയിലായിരുന്നു. ഇന്നലെയാണ് ഒന്ന് തറയിലേക്ക് നിസ്കരിച്ച് നോക്കിയത്. അപ്പൊ ഇത്രയും ദിവസം വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നത് വളരെ അപൂർവമായ എന്റെ ജീവിതത്തിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ വലിയ തൗഫീഖ് കൊണ്ട് എന്ത് വലിയ ബുദ്ധിമുട്ടുണ്ടായാലും അത് ഒരു ജുമാക്ക് മുമ്പിൽ നീണ്ടു പോവാറുള്ള എന്റെ ചരിത്രമാണ്. അത് നമ്മളാണ് കൊടുക്കുന്നതില്ല. ഇതിന്റെ മഹത്വം പറയുന്നതല്ല, പടച്ചറപ്പിന്റെ മുമ്പിൽ കൊടുക്കുന്ന ആ ഈമാനുണ്ടല്ലോ, വിശ്വാസമുണ്ടല്ലോ. ഒരു ജുമയ്ക്കുള്ള അസുഖം അടുത്ത ജുമയ്ക്കുള്ളിൽ അത് തീർന്നിരിക്കും. അത് നമ്മുടെ ഉള്ളിൽ വലിയ ഈമാനാണ്. അപ്പൊ 4-5 ദിവസം വീട്ടിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയമാണ്. അവിടെ ചിന്തിച്ചു നോക്കുന്നു, മറ്റു കാര്യങ്ങൾ മുമ്പോട്ടൊക്കെ ഓട്ടമായിരിക്കുമ്പോൾ. അപ്പോൾ 4 ദിവസം വെറുതെ ഇരുന്നപ്പോൾ അൽഹംദുലില്ലാഹ് 15 ദിവസം ഖുർആൻ ഓതിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകി. ഒരു വീഴ്ച ഒരു ഖൈറാക്കി അൽഹംദുലില്ലാഹ്. അപ്പോൾ ആ വീഴ്ച ഖൈറെന്ന നിലയിൽ വെറുതെ അവിടെ കിടന്നു കഴിഞ്ഞാൽ എത്ര സമയമാണ് വെറുതെ പോകുന്നത്? കാലിന് അടിപ്പെട്ടതെങ്കിലും ഒക്കെ വെറുതെ കിടക്കാൻ പറ്റില്ല. എന്ത് കാര്യമാണ് ലഭിക്കുന്നത്? ആ വേദനയ്ക്ക് അല്ലാഹു നമുക്ക് നന്മ നൽകുമെങ്കിലും ഈ കിടക്കുന്ന സമയത്ത് വെറുതെ എത്രയോ സമയമല്ലേ. മറ്റെന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ നമുക്കത് പറയാം. പക്ഷെ അത് വെറുതെ വീട്ടിന്റെ ഉള്ളിൽ ബെഡ്റൂമിൽ ഇങ്ങനെ കിടക്കുന്നു. പക്ഷെ അൽഹംദുലില്ലാഹ് റമദാൻ തീർക്കാൻ കഴിഞ്ഞു. ഇനി അടുത്ത് 10 ദിവസം കൊണ്ട് ഒരു 10 തീർത്തുകൊണ്ട് റമദാൻ നമുക്ക് ഒരുങ്ങാൻ പറ്റും. അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.
എങ്ങനെ ആക്കണമെന്ന് നമ്മൾ തീരുമാനമെടുക്കാൻ പറ്റും. ഒരു 100 സലാത്തുമില്ല, ഒരു 100 ദിക്റുമില്ല, നമ്മളെ കൊണ്ട് കഴിയില്ലേ? അൽഹംദുലില്ലാഹ് ആ സമയത്ത് വീണെടുന്നപ്പോൾ നമ്മുടെ ജമാഅത്തിൽ എത്ര പേരാണ് അൽഹംദുലില്ലാഹ് ഓടി നമ്മുടെ വീട്ടിലേക്കുള്ള വൈഫ് ഹൗസിലേക്ക് കിടന്നെങ്കിലും എത്ര പേരാണ് ഇരിക്കുന്നത്, എത്ര പേരാണ് വീട്ടിലേക്ക് വന്നത്. വളരെ സന്തോഷമുള്ള കാഴ്ചകൾ. അതൊക്കെയാണ് സ്നേഹങ്ങൾ, ദുനിയാവിൽ നമുക്ക് ലഭിക്കുന്ന നന്മകൾ. ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സമയത്ത് എത്ര രീതിയിലാണ് ഫോൺ വിളിച്ച് ആൾക്കാരുണ്ട്, എത്ര പേരാണ് ഫോൺ വിളിക്കുന്നത്. ഈ ജമാഅത്തിൽപ്പെട്ടവരും അല്ലാത്തവരും അറിയുന്നവരുമായി പാതിരാത്രിയിൽ ഓടി വന്നു ഇവിടുത്തെ മുഴുവൻ ഓടി. ഈ നാട്ടിലെ പലരും പോകുന്നു എന്റെ മുമ്പിൽ, പലരും ഫോൺ വിളിച്ചു, വരാൻ പറ്റാത്തവർ പലരും ഫോൺ വിളിച്ച് ചോദിച്ചു. വലിയ സന്തോഷമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന രീതിയിൽ ചെറിയ വേദന ഉണ്ടെങ്കിലും ചെറിയ വേദന നിൽക്കാൻ പറ്റില്ല, ഇരിക്കാനേ പറ്റൂ. എന്നിരുന്നാലും ഈ വന്നിരുന്ന നൃത്തത്തിന്റെ അർത്ഥത്തിലെന്നറിയോ? നിങ്ങളുടെ ദുആയ, അതല്ലാതെ എന്റെ മഹത്വമല്ല. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹലിൽ സേവനം ചെയ്യുന്ന നന്മയിൽ ഒരു ചെറിയൊരു അപകടമാണ്, വലിയ അപകടമല്ല. ഞങ്ങൾക്ക് വന്ന് കണ്ടവർക്കറിയാം. പക്ഷെ എന്നെ സംബന്ധിച്ചത് നല്ലതാണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ ഘടകമാണ് ഈ ജുമയ്ക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നലെ സെക്രട്ടറി ചെന്നൈയിൽ നിന്ന് വിളിച്ചപ്പോൾ ചോദിച്ചായിരുന്നു, രാത്രി കിടന്നപ്പോൾ കാല് മടങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ജുമയ്ക്ക് ഉസ്താദിനെ വിളിക്കണമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്നലെ മഗ്‌രിബിന് ഒന്ന് നിസ്കരിച്ചു നോക്കാം, തറയിൽ നിസ്കരിച്ചു നോക്കാമെന്ന് പറഞ്ഞപ്പോൾ കാല് മടങ്ങി, വേറെടുത്തിൽ മടങ്ങി, കുഴപ്പമില്ല. ഇശായി നിസ്കരിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല. അങ്ങനെ നോക്കി, പിന്നെ നോക്കിയില്ല, അൽഹംദുലില്ലാഹ് വരാമെന്ന് വിചാരിച്ചു വന്നു. അപ്പൊ ഇത് നമ്മുടെ പരസ്പരമുള്ള പ്രാർത്ഥനകളാണ്. നിങ്ങളെല്ലാവരും ദുആ ചെയ്തിട്ടുണ്ടാവാം, ആരുടെയോ ദുആ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. വലിയ വിശ്വാസമാണ് എന്റെ മുമ്പിലുള്ളത്. അപ്പോ പരസ്പരമുള്ള പ്രാർത്ഥന വലിയ പുണ്യമാണ് മുഅ്മിനീങ്ങളെ. നിങ്ങളുടെ സ്നേഹങ്ങൾ എത്രയാണ് തിരിച്ചു തരാൻ എന്റെ മുമ്പിലില്ല. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥനയാണ്. ജമാഅത്തിലും ഇവിടെ ഉള്ളവരും നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളെ കണ്ണിൽ മയാത്തവരും വിളിക്കുന്നവരും ചോദിക്കുന്നവരും എപ്പോഴും കണ്ടാൽ സ്നേഹമുണ്ട്. ഇതല്ലേ നാളെ നമുക്ക് വേണ്ടത്. ആഖിറത്തിൽ പോയപ്പോ നൗഫൽ മരിച്ചെന്നറിയുമ്പോൾ, ഞാൻ മരിച്ചെന്നറിയുമ്പോൾ ഓടി എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഫാത്തിഹ എനിക്ക് വേണ്ടി ഓതുമെങ്കിൽ അതാണ് ഞാൻ സമ്പാദിച്ച ഏറ്റവും വലിയ സമ്പാദ്യം. നിങ്ങൾ എങ്ങനെയാണ് ആരോഗ്യ വിഷമം വന്നെങ്കിൽ നമ്മളത് പ്രാർത്ഥന ലഭിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ. എനിക്ക് വേണ്ടതാണ് ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ എവിടെയാണെങ്കിലും ദൂരത്താണെങ്കിലും വരാൻ കഴിഞ്ഞില്ലെങ്കിലും അറിഞ്ഞ വാക്കിൽ ഒരു ഇന്നാലില്ല പറഞ്ഞുകൊണ്ട് ഒരു ഫാത്തിഹ ഓതി എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്താൽ ഏറ്റവും വലിയ സമ്പാദ്യം എനിക്കത് മതി. ആ പൂർണ്ണ വിശ്വാസ തീരുമാനങ്ങളെ മുമ്പിലുണ്ട്. എന്നിവിടെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയും ദുആയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാ അപകടങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ പ്രയാസമാണ്. കുറച്ച് 4 ദിവസം കിടന്നപ്പോൾ തന്നെ ഇതിന്റെ അവസ്ഥ മനസ്സിലാക്കി. എന്നാൽ എത്രയോ പേരാണ് എത്രയോ ബുദ്ധിമുട്ടുകൾ കൊണ്ട്, അസുഖങ്ങൾ കൊണ്ട്, കട്ടിൽ നിന്നും എണീക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ കൊണ്ട് കിടക്കുന്നത്. ഇതൊക്കെ നമുക്ക് കിട്ടണം. ഇങ്ങനെ കിട്ടിയാലേ കുറച്ചൊക്കെ നമ്മളൊന്ന് പഠിക്കും. ഇതൊക്കെ വേണം, അല്ലാഹു നൽകുന്നതാണ്. പടച്ചറപ്പിന്റെ കുതിരത്തൊക്കെ നോക്കാൻ വേണ്ടി അല്ലാഹു നൽകുന്നതാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ റമദാൻ ശഅബാന് വേണ്ടി റമദാൻ കിട്ടിയിരിക്കാം. അതല്ലെങ്കിൽ ഒരു പക്ഷേ പല കണ്ടാൽ അടുത്ത വെള്ളിയാഴ്ച നമ്മൾ എല്ലാവരും മുമ്പ് വിളിച്ചുകൊണ്ടായിരിക്കും. എന്നാലും അറിയിപ്പുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതനുസരിച്ച് എന്നാലും നമ്മൾ വീണ്ടും ഒന്ന് നന്നാക്കി എടുക്കണം. വീണ്ടും റമദാനെ സ്വീകരിക്കുമ്പോൾ സാധാരണ ഒരു മനുഷ്യനെ പോലെ സ്വീകരിക്കാതെ അല്ലാഹുവിലേക്ക് അടുത്തൊരു മനുഷ്യനെ പോലെ റമദാനെ സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊന്ന് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഖുർആൻ ഓതാൻ അറിയാത്തവരൊക്കെ ഖുർആൻ കൈകൊണ്ട് എടുത്തൊന്ന് നോക്കി തുറന്നൊക്കെ നോക്കണം. ഒരുപാട് സമയത്ത് നെഞ്ചോട് ചേർത്ത് വെക്കണം. അതിലേക്ക് ചുണ്ടുകൾ അമർത്തുന്നു, ചുംബിക്കണം. ഇതിലേക്ക് നമുക്ക് എന്ത് നഷ്ടമാണ് സംഭവിക്കുന്നത്? എന്തെങ്കിലും ചെലവുണ്ടോ? പള്ളി കയറി ഖുർആനുകൾ എത്ര പ്രകാരമാണ്. ഒന്ന് എടുത്തു നോക്കണം, ഒന്ന് കണ്ണുകൊണ്ട് നോക്കണം, ആയാത്തുകൾ നോക്കണം. പുണ്യമാണ് ഖുർആൻ. നോക്കിയാൽ പുണ്യമാണ്, എടുത്താൽ പുണ്യമാണ്, ചുമന്നാൽ പുണ്യമാണ്. നോക്കിയാൽ പുണ്യം കിട്ടുന്ന ഒരു ഇബാദത്താണ് ഖുർആൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെ ഇഅ്തികാഫ്, റമദാൻ ഏറ്റവും വലിയ പുണ്യപ്പെട്ടതാണ് ഇഅ്തികാഫ്. പള്ളിക്കുള്ളിൽ കയറി എപ്പോഴും നിയത്തുമാണ് ഞാൻ അല്ലാഹുവിന്റെ പള്ളിയിൽ ഇബാദത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇരിക്കുന്നു, ഞാൻ കരുതുന്നു. നിയത്ത് എപ്പോഴും ഉണ്ടാവണം. ഈ നിയത്ത് റമദാനിൽ കരുതിയാൽ ഫർദിന്റെ കൂലി കിട്ടും. അതൊരു പ്രാക്ടീസ്. ഇതിൽ 10 ദിവസമുണ്ട്. എപ്പോഴും പള്ളിയിൽ കയറുമ്പോൾ ഇഅ്തികാഫിന്റെ നിയത്ത് വെക്കണം. അതാകുമ്പോൾ റമദാൻ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് റമദാൻ എത്തുമ്പോൾ
നാവിൽ വന്നു റമദാൻ വലിയ പുണ്യമാണ്. പള്ളിക്കകത്ത് ഇരുന്നാൽ മതി, വെറുതെ ഉറങ്ങിയാലും മതി, പുണ്യമാണ്. ഇനി 10 ദിവസം 7 ദിവസമുണ്ട്. ഈ 7 ദിവസങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പതിവാക്കണം, വലിയ പുണ്യമാണ്. അതുപോലെ ദാനധർമ്മം നമ്മുടെ കരങ്ങളിലൂടെ എന്തുമാവട്ടെ കൊടുക്കണം. അത് 10 രൂപയായാലും 1 രൂപയും പാവപ്പെട്ടവൻ അർഹതപ്പെട്ടവൻ സുദഖ കൊടുക്കുക, ദാനങ്ങൾ കൊടുക്കുക. സുദഖ കൊടുക്കണമെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്. സുദഖയുടെ വിഷയത്തിലും ഹദിയയുടെ വിഷയത്തിലും ഹദിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും കൊടുക്കാം. ഹദിയ അവിടെ പണമുള്ളവനോ പണമില്ലാത്തവനോ ഹദിയ ആർക്കും നമുക്ക് ഇഷ്ടം. ഹദിയ ഒരു സമ്മാനമാണ്, ഗിഫ്റ്റ്, ആർക്കും കൊടുക്കണം. അത് പൈസയും കൊടുക്കാം, എന്തും കൊടുക്കാം. പിന്നെ കൊടുക്കണം സുദഖ കൊടുക്കുമ്പോൾ അത് അർഹതപ്പെട്ടവരിലേക്ക് എത്തണം. അത് സാധുക്കൾക്ക്, പാവങ്ങൾക്ക്, അർഹതപ്പെട്ടവർക്ക് അവരിലേക്ക് എത്തിച്ചുള്ള സുദഖ. അപ്പൊ പുണ്യങ്ങൾ കൂടെ അവർ നേരെ 1000 രൂപ തന്നെ കൊടുക്കണമെന്നുണ്ടോ? 500 രൂപ തന്നെ കൊടുക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് ഒരാൾക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്നത് അതൊരു 10 രൂപയാണെങ്കിൽ ആ 10 രൂപ വലിയ പുണ്യമാണ്. അപ്പൊ ഒരു ദിവസം റമദാനിൽ 30 ദിവസം കൂടിക്കുമ്പോൾ ഒരു ദിവസം ഒരു 10 രൂപ ആർക്കെങ്കിലും കൊടുത്തിരിക്കണം. നമ്മുടെ തീരുമാനമായിരിക്കണം. ഒരു 10 രൂപ ആർക്കെങ്കിലും കൊടുക്കണം. ഭീമപ്പള്ളി ഭാഗത്തൊക്കെ പോയി നോക്കിയാണ് ഓരോ വക്കത്തിനും നിസ്കാരം കഴിഞ്ഞവണ് അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് കണ്ണ് തോർക്കാതെ അടുത്തിരിക്കുന്ന ആൾ കൈ പിടിച്ച് പൈസ കൊടുക്കുന്നുണ്ട്. പതിവ് ആരാ നോക്കട്ടെ? എത്ര 10 രൂപ 5 രൂപ തൊട്ടാവും 2 രൂപ ആവും. വലിയ പുണ്യമാണ് അല്ലാഹു ഹബീബ് പഠിപ്പിച്ചത്. അപ്പൊ റമദാനിലെ 30 ദിവസവും ആർക്കെങ്കിലും ഒരാൾ